തക്കാളി വെച്ച് മീൻ പിടിക്കാൻ പറ്റുമെന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കമൻറ്റ് വെച്ചിട്ടല്ല, അല്ലാതെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നമുക്കിവിടെ തക്കാളി ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് ഇതേപോലെ കോർത്ത് വെക്കുക. നമുക്ക് ചുണ്ട തന്നെ കോർത്ത് വെച്ച് വിട്ടു പോകാത്ത രീതിയിൽ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് നേരെ ഇത് കുളത്തിലേക്ക് ഇടാം. നമുക്ക് കുളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. കുളത്തിൽ ഇട്ട പാടെ തന്നെ കാണാം നമുക്ക് നല്ല രീതിയിൽ സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വളർത്തുന്ന മീനായതുകൊണ്ട് തന്നെ തക്കാളിയും ഇങ്ങനത്തെ ഉള്ള വേസ്റ്റ്, വീട്ടിലെ ഫുഡ് വേസ്റ്റ് എല്ലാം കൊടുത്താണ് ഇതിനെ വളർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തക്കാളി ഇടുമ്പോൾ തന്നെ മീൻ വന്ന് അടിക്കുന്നതാണ്. നമുക്ക് ഇതിന് സീറോ കോസ്റ്റ് ആട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിലവും ഇതിൽ വരുന്നില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. നമുക്കൊരു ചിലവ് പോലും ഇല്ലാതെ നമുക്ക് മീൻ പിടിക്കാൻ സാധിക്കും. നമുക്കല്ലാതെ ഇപ്പോൾ തീറ്റ ഉണ്ടാക്കിയിട്ടുള്ള മൈദ കുഴയ്ക്കണമെങ്കിൽ അതിന് വേറെ ചിലവുണ്ട്. ഇതാകുമ്പം അതിൽ ഒന്നുമില്ല. നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് ചൂണ്ടയിൽ തക്കാളി കൊളുത്തി അങ്ങിട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. കണ്ട നല്ല രീതിയിൽ മീൻ വന്നടിക്കുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ മീൻ കിട്ടുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് തിലോപ്പിയ ആട്ടോ കൂടുതലായിട്ടുള്ളത്. തിലോപ്പിയ ഉണ്ട്, നട്ടറുണ്ട്. നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കങ്ങനെ മീൻ കിട്ടി. നമുക്ക് നോക്കാം എന്ത് മീനാണെന്ന്. അതെ, തിലോപ്പിയ ആട്ടാ. നമുക്ക് കിട്ടിയത് തിലോപ്പിയാണ്. ഈ സിലോപ്പി എന്നൊക്കെ പറയും. നമുക്ക് കിട്ടിയേക്കണ മീൻ തിലോപ്പിയാണ്. അപ്പം മതി, നമുക്ക് സുഖമായിട്ട് തക്കാളി വെച്ചിട്ട് മീൻ പിടിക്കാൻ പറ്റും. അപ്പം ഇതൊന്ന് ട്രൈ നോക്കട്ടാ. നമുക്ക് മീനുള്ള കുളത്തിലാണെങ്കിൽ എന്തായാലും മീൻ കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം ഒരു 200 ഗ്രാമോളം തൂക്കമുള്ള തിലോപ്പിയാണ് കിട്ടിയേക്കുന്നത്.